എൻട്രി എക്സിറ്റ് ഒരു നല്ല ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ആക്ച്വലി സുഖമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതും ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഓപ്ഷൻസിലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ എൻട്രി എവിടുന്ന, എക്സിറ്റ് എവിടുന്ന, റിവേഴ്സ് പോകുന്നത് എവിടുന്ന എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ ലൈവ് മാർക്കറ്റാണ്. ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി എന്ത് പെർഫോമൻസ് കാണിച്ചു, അതായത് ഒരു ഹ്യൂജ് ഡൗൺഫോൾ ഇന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. രാവിലെ മോർണിംഗിൽ ഓപ്പൺ ആകുമ്പോൾ ഒരു ചെറുതായിട്ട് ഡൗൺ പോയതിനു ശേഷം ഒരു ഹ്യൂജ് ഹൈക്കിൽ കയറിയിട്ടാണ് മാർക്കറ്റ് തിരിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതുപോലത്തെ പൊസിഷൻസിനാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ സിഗ്നൽസ് അത് കാണിച്ചു തരും എന്നുള്ള പ്രോപ്പർ ഗൈഡൻസ് ഇന്നത്തെ ലൈവ് മാർക്കറ്റിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ആണ്. അതോടൊപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക്, അതായത് ഇന്ന് സ്റ്റോക്ക് ഒരു നല്ല സ്റ്റോക്കുകൾ, അതായത് നല്ല വോളറ്റിലിറ്റി നല്ല പെർഫോമൻസ് കാണിക്കുന്ന സ്റ്റോക്കുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളോട് ഞാൻ പറയാറുണ്ട് ഡെമോയ്ക്ക് വേണ്ടി വിളിക്കുക എന്നുള്ളത്. നിങ്ങൾ പറയേണ്ട കാര്യമില്ല, അഗെയിൻ വിളിക്കണം. 8139039994 സീമ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്, ഫ്യൂച്ചറാണ്. ഈ കോർണറിൽ ലൈവ് റേറ്റ് കാണാം. ഇതിനകത്ത് ആക്ച്വലി ഈ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ബാർ ചാർട്ടാണ്. ഇതിനകത്ത് റെഡ് കളർ ഡൗൺ ആരോയും ഗ്രീൻ കളർ അപ്പ് ആരോയും ആണ്. അതായത് ഗ്രീൻ കളർ അപ്പ് ആരോ ബൈയും റെഡ് കളർ ഡൗൺ ആരോ സെല്ലും ആണ്. ഓക്കെ, അപ്പോൾ അതല്ലാതെ എക്സ്ട്രാ കളേഴ്സ് കാണുന്ന സൈഡ് വേ ക്യാൻഡിൽസ് ആണ്. അപ്പോൾ സിഗ്നൽസ് വരുമ്പോൾ നിങ്ങൾക്ക് അലേർട്ട് കിട്ടും. അതോടൊപ്പം ഡീറ്റെയിൽസ് മുകളിലും താഴെയും കാണാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ടൈം, എൻട്രി പോയിന്റ്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് 9:19 ശേഷം 700 പോയിന്റ്സ് താഴ്ത്തിറങ്ങിയിരുന്നു. സെൽ സിഗ്നൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് സപ്പോർട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴ്ത്തിറങ്ങിയിരുന്നു. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഹ്യൂജ് ഒരു അപ് ട്രെൻഡ് ഉണ്ടായതിനു ശേഷമാണ് താഴ്ത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കേസസിലൊക്കെയാണ് ചെറിയ SL ഒക്കെ വെക്കുന്ന ആളുകൾക്ക് എപ്പോഴും SL ഹിറ്റാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ പറയുന്ന രീതിയിലുള്ള SL തന്നെ ഇവിടെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഒരു SL ഒഴിവാകുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതോടൊപ്പം നിങ്ങൾക്ക് ആക്ച്വലി കൺഫർമേഷൻ ലെവൽസ്, അതായത് കൺഫർമേഷൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യാൻഡിൽ കളർ, താഴത്തെ കൺഫർമേഷൻ ബാർ, സെൽ സോൺ, ഇത് 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ട്രെൻഡിലാണ് നടക്കുന്നത്. ഹ്യൂജ് ഡൗൺഫോൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊരു 15 മിനിറ്റ്സ് ചെക്ക് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. 15 മിനിറ്റ്സിൽ ആക്ച്വലി ഒരു സെൽ സിഗ്നലിൻ്റെ കണ്ടിന്യൂവേഷൻ ആക്ച്വലി ഇവിടെ നടന്നിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ലൊരു പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. അപ്പം ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലതല്ല. ആക്ച്വലി ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് അപ്പ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്കും ഒരു ബുദ്ധിമുട്ടും, അതായത് ഒരുപാട് ലോസിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 2000 പോയിന്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് സിഗ്നൽ പ്രകാരം 2000 പോയിന്റ്സ് ഇതിനകത്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് ഹ്യൂജ് ഡൗൺഫോൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. രാവിലെ ഒരു ബൈ വന്നിരുന്നു, പക്ഷേ കൺഫേം ആകാതെ തിരിഞ്ഞിറങ്ങി മാർക്കറ്റ്. ഇതേപോലെ തന്നെ നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അപ് ട്രെൻഡും. അപ്പം ഇന്നത്തെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡേഴ്സിനൊക്കെ ആണെങ്കിൽ 42, അപ്പോൾ അതായത് സിഗ്നൽ കൺഫേം ആയ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 41,337 എന്നാണ്. അപ്പോൾ 41,300 എടുക്കാം, 400 എടുക്കാം. ഇങ്ങനെ ഡൗൺ മാർക്കറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഒരുപാട് ഡൗൺ ട്രെൻഡിലേക്ക് എടുക്കുന്നത് നല്ലതല്ല. അതായത് ഇൻ ദ മണിയിലേക്ക് എടുക്കണ്ട. ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി അതേ റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഓൾറെഡി ഇത്രയും മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് പിന്നെയും ഇൻ ദ മണിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ മാർജിൻ കൂടുതലായിരിക്കും. കുറച്ച് പുറകോട്ട് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 41,300 പ്രകാരം നമ്മൾ 400 ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 400 ആക്ച്വലി പുട്ട് ഓപ്ഷൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി സിഗ്നൽസ് വന്നതിന് ശേഷം കൺഫേമായി നമ്മൾ എൻട്രി ചെയ്ത ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു 781 ആണ്. അപ്പോൾ അത്രയും മാർജിൻ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 41,400 നോക്കേണ്ട, ഒരു പുറകിലേക്ക് കുറച്ചുകൂടെ എടുക്കാൻ പറ്റും നമുക്ക് ആക്ച്വലി 41,000 4800 നമുക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഇത്രയും ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് പോകത്തില്ല. ഓക്കെ, അപ്പം അത് പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സിഗ്നൽ എടുത്തിട്ട് അപ്രോക്സിമേറ്റ് നല്ലൊരു പോയിന്റ് ഹ്യൂജ് 1372 വരെ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ സിഗ്നൽസ് കൺഫേം ആയി എടുത്ത് 17,800 സംതിങ് ആണ്. അപ്പോൾ 18,000 ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 18,000 നോക്കുമ്പം ഇതേ ഒരു ലെവൽ അപ്രോക്സിമേറ്റ് 312 നമ്മൾ പോർഷൻ എടുത്ത് അവിടെ നേരൊരു ഹ്യൂജ് അപ് ട്രെൻഡ് ഉണ്ടായിട്ട് നല്ലൊരു പോയിന്റ് അപ്രോക്സിമേറ്റ് മുകളിലേക്ക് 524 വരെ കയറിയിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ റിലയൻസിലാണെങ്കിലും ഇന്ന് ഡൗൺ ട്രെൻഡ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളിൽ നിന്നും ഡൗൺ ട്രെൻഡ് രാവിലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഇതിനവിടെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ കമ്മോഡിറ്റി മാർക്കറ്റ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഒരു 15 മിനിറ്റ്സ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യണം. 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറസി ലെവൽ വരുന്നത്. ഓക്കെ, 15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രൂഡ് ഓയിലാണെങ്കിൽ 15 മിനിറ്റ്സിൽ സിഗ്നൽസ് തന്നത് കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് പോയിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പൊസിഷൻ എടുത്തൊരു 12:30 കഴിഞ്ഞ് 1 മണിയായി കഴിഞ്ഞിട്ടാണ് പൊസിഷൻ എടുത്തത്. 6645 സിഗ്നൽ എടുത്തു. നേരെ ഹ്യൂജ് അപ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു 50-60 പോയിന്റ്സ് നമ്മൾ ആക്ച്വലി അച്ചീവ് ആയിട്ടുണ്ട്. അതേപോലെ നാച്ചുറൽ ഗ്യാസും ഇതേപോലെ തന്നെയാണ്. നാച്ചുറൽ ഗ്യാസും 15 മിനിറ്റ്സ് ഉപയോഗിച്ച് ചെയ്യും. കമ്മോഡിറ്റി മാർക്കറ്റിൽ 15 ആണ് കുറച്ചുകൂടെ ആക്യുറസി. അതിൽ അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ 239 നമ്മൾ ആക്ച്വലി പോർഷൻ എടുത്ത് നല്ലൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടായി. 232 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫോറക്സ് മാർക്കറ്റും അങ്ങനെയാണ്. ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ 15 കൂടുതലുള്ള ടൈം ഫ്രെയിം കുറച്ചുകൂടെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ആക്യുറസി ലെവൽ. ഓക്കെ, ഇപ്പോൾ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സെൽ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട്. ഇപ്പം സെല്ല് താഴ്ത്തിറങ്ങി. അപ്രോക്സിമേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ നിന്നൊരു സെൽ ട്രെൻഡ് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ഒരു 1931 നമ്മൾ പോർഷൻ എടുത്തതിന് ശേഷം നല്ലൊരു ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഒരു 10 പോയിന്റ്സ് ഇവിടെ നമുക്ക് അച്ചീവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു കയറിയിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അപ്പം കൂടുതൽ എന്തെങ്കിലും നമുക്ക് സജഷൻസ് നിങ്ങൾക്ക് ആക്ച്വലി ലൈവിൽ ഡെമോ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കണം. ഡെമോ എടുത്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെയുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.